രാജൻ സാർ നമ്മളെ സർവേയറിലെ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ സാറിൻ്റെ കെയർ ഓഫിലാണ് ഇങ്ങോട്ട് വന്നത്. ആനവായിലുള്ള ഒരു തൂക്കുപാലത്തിൻ്റെ മേലെയാണ്. എന്താ ചെയ്യാ അതെ, ആ ഒരു സ്ഥലത്താണ് നിൽക്കണം. എനിക്ക് മോർണിംഗ്. ഇന്ന് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു യാത്ര ഉണ്ട്. ഇന്നലെ രാത്രി നമ്മളൊരു 12 മണി 11 മണിയൊക്കെ ആയ സമയത്ത് ഷമീർ സാർ വിളിച്ചിട്ട് പറഞ്ഞു, ഷാനെ നാളെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്, ഈ റെഡി ആണോ എന്ന് ചോദിച്ചു. നമ്മൾ ഓൾവേസ് ഓക്കെ ആണല്ലോ. അപ്പം ആ ഒരു യാത്രയാണ്. എങ്ങോട്ടേക്ക്? അട്ടപ്പാടി എന്നാണ് പറഞ്ഞത്. എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് ചോദിച്ചു നോക്കാം ഓലെടുത്ത്. അപ്പം നമുക്ക് പോട്ടോ. ബോലേറോ എടുത്തിട്ടാണ് പോകുന്നത്. അല്ല, ശരിക്കും നമ്മൾ എവിടേക്കായി പോകണേ ആന്ന് പറഞ്ഞുതരും. അട്ടപ്പാടി. ഓക്കെ. വീട്ടിൽ നിന്ന് ഇറങ്ങൂല, യൂട്യൂബിൽ അപ്ലോഡ് അപ്പൊ നമ്മൾ അട്ടപ്പാടിക്ക് പോവാണ്. ഇതൊക്കെ കൂതറ ടീംസ് ആട്ടോ. കാണുന്ന ലുക്കൊന്നല്ല, കലമ്പാണ്. പണ്ട് ഞങ്ങൾ ഒരു ആനനെ കാണല, ഒരു മഴ കൊള്ളാൻ പോയ കഥ ഉണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, നമ്മള് അട്ടപ്പാടിയിലേക്കാണ് പോകുന്നത്. നമ്മളൊരു സുഹൃത്തിന്റെ വീടുണ്ട് അവിടെ. അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് നോക്കാം. അപ്പോൾ നമ്മള് മണ്ണാർക്കാടാണ്. അത്യാവശ്യം നല്ല ബ്ലോക്ക് എല്ലാം ഉണ്ട് കേട്ടോ. അട്ടപ്പാടിയിലേക്കുള്ള ഒരു ഫോറസ്റ്റിലൂടെയാണ് ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാ പേപ്പറും കാര്യങ്ങളും ക്ലിയർ ആക്കി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് വന്നാൽ മതി. കാറിലാണെങ്കിൽ ഹെൽമെറ്റ് ഒക്കെ ഉണ്ട്, ബൈക്കുമാണെങ്കിൽ ഹെൽമെറ്റ് വെച്ചിട്ട് വന്നാൽ മതി. നല്ല ചെക്കിംഗ് ആണ്. പിന്നെ അയ്യപ്പനും കോശിയും കണ്ടോണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഏകദേശം അറിയുന്നുണ്ട്. നമ്മളിപ്പോൾ അട്ടപ്പാടി ചുരത്തിലാണുള്ളത്. ഇവിടെ നല്ല തണലൊക്കെ ഉള്ള ഒരു സ്ഥലം നോക്കി നിർത്തിയതാണ്. ഈ വരുന്ന അതിലൊക്കെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് ഇങ്ങനെ. അതെ, നല്ല തണുപ്പുണ്ട് അല്ലേ, നല്ല സുഗന്ധം. ഇപ്പൊ ആന ഒന്ന് എന്താ ചെയ്യാ? ആ ആക്ഷൻ കാട്ടിയാണ് ഈ ഒരു നിർത്താം. കൈ കാണിക്കൂ, അപ്പൊ ആനോടെ നിൽക്കൂ. അടിപൊളി ഫീലുള്ള ഒരു ചുരമാണ്. പ്രശാന്ത സുന്ദരമായ സ്ഥലത്താണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത്. പ്രശാന്ത സുന്ദരം. അതെ, ആ ഒരു സ്ഥലത്താണ് നിൽക്കണം. എനിക്ക് പറയാൻ കഴിയൂല. നമ്മളിപ്പോ സൈലന്റ് വാലിക്ക് തിരിയുന്ന മുക്കാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ ഏതോ ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ട് എന്നാണ് നമ്മുടെ രാജൻ സാറ് പറഞ്ഞത്. അപ്പൊ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. ഫോറസ്റ്റുകാർ അങ്ങോട്ട് വിടുമെന്ന് അറിയില്ല, ഫോറസ്റ്റിന്റെ സ്ഥലമാണെന്ന് അറിയില്ല. അപ്പോൾ ശരിക്കും ഈ ഒരു വഴിയാണ് മുക്കാലിയിൽ നിന്ന് ഇടത്തോട്ട് കയറി പോയിട്ടാണ് നമ്മുടെ സൈലന്റ് വാലി നമ്മൾ പോകണില്ല. കാരണം സൈലന്റ് വാലി നമ്മൾ ഓൾറെഡി പെർമിഷനൊക്കെ എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് വിടുള്ളൂ. ആനവയൽക്കല്ല നമ്മൾ പോണേ. ഓക്കെ, അവിടെ എന്താ അട്രാക്ഷൻ? എന്താ വനം തന്നെ അല്ലേ? ഓക്കെ. പോണ സ്ഥലത്ത് ഫുഡൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ ഞാലിപ്പൂവൻ കൊണ്ടാട്ടോ പോണേ. എന്താ അത് ഒന്ന് കഴിച്ചാൽ 100 കഴിച്ച പോലെ തന്നെ. സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരും കൂടി ഇവിടുന്നാണ് കേട്ടോ സൈലന്റ് വാലിക്കുള്ള ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആനവായി എന്ന് പറഞ്ഞിട്ടുള്ള അട്ടപ്പാടിയിലുള്ള ഒരു സ്ഥലത്തേക്കാണ് പോവുക. ശരിക്കും ഇത് സൈലന്റ് വാലി പോകുന്ന റൂട്ടാണ്. നമ്മൾ സൈലന്റ് വാലിയിലേക്ക് പോകുന്നില്ല. ഇപ്പം തുടുക്കി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് രാജൻ സാർ ഒരു പെർമിഷൻ എടുക്കുന്നുണ്ട്. ആ പെർമിഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വാഹനങ്ങൾ കടത്തി വിടുള്ളൂ. അപ്പോൾ പെർമിഷൻ്റെ കാര്യങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടി അവിടെ എൻ്റർ ചെയ്യൊക്കെ പോകണം. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം.
പോയിക്കൊണ്ടിരിക്കുന്നത്. ആനവായിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മളെ വണ്ടി പോണോടത്തോളം നമ്മൾ പോവും, അതിനപ്പുറത്തേക്ക് പോകില്ല. ബാക്കി റിവേഴ്സ് വരും. അതൊരു വമ്പ കയറ്റാണ് കേട്ടോ. കയറും അറിയാം, ഇതൊക്കെ കയറും. ഇവിടെ ട്രാഫിക് ഉണ്ട്, സംവിധാനം ഉണ്ട്. ഒരു വണ്ടി ഇറക്കാൻ അങ്ങനെയും പോകും. നമ്മൾ വരുമ്പോ മഴ ചെയ്താലേ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം. ഇതോ ഇതോ ഓ ഇത് നമുക്ക് ടെന്റൊക്കെ എടുത്ത് പോരെ. ഇത് അടിപൊളി. ഇത്ര പുറത്തില്ലല്ലേ? പക്ഷെ ഇതൊക്കെ ഏതായാലും തള്ളാൻ പറ്റിയ അമീത് സാറെ കള്ളോ പറ്റിട്ട് കേട്ടോ. എന്നെ കുടുങ്ങിന്. കൊയ്യോ ഇത് ഉഷാറാട്ടോ. ഇവിടെ നമ്മളെ വണ്ടി കയറൂല, ഈസി ആയിട്ട് അവിടെ കയറും. ഇന്നലെ മഴയില്ല. ഇങ്ങനത്തെ വെള്ളമല്ലേ? പുലിയാണെങ്കി അറിയില്ല. അതെ, ഇങ്ങനെ കൊടിയുന്നുണ്ടാവൂലേ? അപ്പൊ നമ്മള് ആനവായിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അട്ടപ്പാടി ആനവായിൽ എത്തിയിട്ടുണ്ട്. ഇത് റോഡ് പണിക്കാരാ. അപ്പൊ നമ്മളുണ്ടല്ലോ അപ്പർ ഭവാനിന്റെ ഉത്ഭവ സ്ഥലത്താണുള്ളത്. നമ്മള് രാജൻ സാർ നമ്മളെ സർവേയറിലെ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ സാറിന്റെ കെയർ ഓഫിലാണ് ഇങ്ങോട്ട് വന്നത്. ഇത് നമ്മളെ ലിൻഡോ സാറ്, ഇത് ഹമീദ് സാറ്, പ്ലംബറിന്റെ ഉസ്താദാണ്, ഇത് ഷമീർ സാർ. അപ്പോൾ ഞങ്ങള് 5-6 പേരാണുള്ളത്. അപ്പം ലോവർ ഭവാനിന്റെ ഉത്ഭവ സ്ഥലത്താണ്. ആനവായി എന്നോ അങ്ങനെ എന്തോന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഒരു പ്രകൃതിന്റെ ദാനം എന്നൊക്കെ പറയുന്ന പോലെ അട്ടപ്പാടിയിലുള്ള ഒരു ട്രൈബൽ ഏരിയ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഇവിടെ ഒരു തൂക്കുപാലെല്ലാം ഉണ്ട്. ഒരു തൂക്കുപാലുണ്ട് ഈ പുഴക്ക് കുറുകെ. അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നടന്നു കൊടുക്കുകയാണ്. ശരിക്കും അധികം ആരും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല. ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. എല്ലാവരും സൈലൻറ്റ് വാലിയൊക്കെ പോയിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ ഫോറസ്റ്റിൻ്റെ പെർമിഷനൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരണം. അതിന് അന്വേഷിച്ചാൽ മതി കിട്ടുമല്ലേ എന്നുള്ളത്. ആനവായിലുള്ള ഒരു തൂക്കുപാലത്തിൻ്റെ മേലെയാണ്. ശരിക്കും അപ്പർ ഭവാനി പുഴൻ്റെ കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു തൂക്കുപാലാണിത്. ഇവിടെ നിന്നുള്ള കാഴ്ച ഉണ്ടല്ലോ അടിപൊളിയാണ്. പക്ഷെ ഒരു കാര്യം പറയാണ്ട്, ദയവ് ചെയ്തിട്ട് ആരും എന്ത് ചെയ്യരുത്, ഇവിടെ കുളിക്കാൻ ഇറങ്ങരുത്. കാരണം നമ്മളൊക്കെ വലിയ നീന്തലാരാണെന്ന് പറഞ്ഞാൽ ഇവിടെ കുളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആഴം എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആരും കുളിക്കാൻ ഇറങ്ങരുത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എന്താ പറയല്ലേ? അടിപൊളി സ്ഥലം. ഓക്കെ, 4 ദിവസം തങ്ങണം. അതെ.